മൈ ഡിയേഴ്സ്, അഞ്ചു മിസ്സാണ്. അപ്പം മക്കളെ പേടിക്കേണ്ട, ഇപ്പം മിസ് ക്ലാസ് ഒന്നും എടുക്കാൻ വന്നിരിക്കുകയല്ല. നിങ്ങൾക്കിപ്പോൾ പൂജ ഹോളിഡേയ്സ് ഒക്കെ ആണ്. അപ്പോൾ ഹോളിഡേയ്സ് ഒക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യുക. മിസ് ഇപ്പം നിങ്ങൾക്ക് ക്ലാസ് എടുക്കാനല്ല, എന്തിനാണ് മിസ് വന്നിരിക്കുന്നത് എന്നുള്ളത് തമ്പനയിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് പിടിയിട്ടിട്ടുണ്ടാവുമല്ലോ. യെസ്, നമ്മളുടെ കലാകായിക മേളകളെക്കുറിച്ച്. ഇപ്പം നമ്മുടെ സ്കൂളുകളിൽ കലാകായിക മേളകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ സബ് ജില്ലാ കലാമേളയൊക്കെ വരാൻ പോവുകയാണ്. അപ്പോൾ എനിക്ക് കുറേ മക്കൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, അവർക്ക് കലാകായിക മേളയിലൊക്കെ പങ്കെടുക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ പറ്റിയില്ല. ചിലർക്ക് സ്വയം ഒരു മടി, ചിലർക്ക് വീട്ടിൽ നിന്ന് സമ്മതിച്ചില്ല. അതായത് ഒന്നാമത്തെ കാര്യം ഞാൻ പറയാം. അപ്പോൾ വീട്ടുകാർ വിചാരിക്കുന്നുണ്ടാവാം ഇത് പഠനത്തെ ബാധിക്കുമോ എന്നുള്ളത്. പഠനത്തെ എങ്ങനെയാണ് ബാധിക്കുക എന്ന് വെച്ചാൽ, ചിലരുണ്ടാവും ഇത് പ്രാക്ടീസും കലാമേളയും മാത്രമായിട്ട്, കലാമേള സ്പോർട്സൊക്കെ ആയിട്ട് മാത്രം നടക്കുന്നവരുണ്ടാവും. അവർ പഠിക്കാൻ വീട്ടിൽ പോയിട്ട് പിന്നെ പഠിക്കുന്നില്ല, അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് പ്രോപ്പറായിട്ട് പഠിക്കുന്നില്ല. അങ്ങനെ പോകുന്ന ആളുകൾക്ക് അത് ബാധിക്കും. നമ്മൾ എന്ത് ചെയ്യണം? കലാമേളയിലും പങ്കെടുക്കണം, അതുപോലെ പഠനത്തെയും പ്രോപ്പറായിട്ടൊരു നല്ലൊരു അതായത് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്കൊരു പ്രശ്നം വരുന്നേ ഇല്ല. അപ്പോൾ കലാമേളയിലൊക്കെ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളോടാണ് എനിക്ക് പറയാനുള്ളത്, മേളകളിലും പങ്കെടുക്കുക, അതിൻ്റെ കൂടെ പഠനവും ഒപ്പം കൊണ്ടുപോകാം. ഇനി ചില മക്കളുണ്ട് സ്വയം പിന്നോട്ടടിക്കുന്ന മക്കൾ, എനിക്കിതിനൊന്നുമുള്ള കഴിവില്ല, എനിക്ക് ആളുകളെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ഇതിനൊക്കെ ഇപ്പോൾ പങ്കെടുത്തിട്ട് ഇപ്പോൾ എന്തിനാന്ന് കരുതി സ്വയം ബാക്കോട്ട് അടിക്കുന്നവരോടാണ്. നമ്മൾ ഇത്തരത്തിലുള്ള മേളകളിലൊക്കെ പങ്കെടുക്കുന്നതിലൂടെ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവാറുണ്ട്. ഇപ്പം നമുക്കൊരു 4 ആളുകൾ കൂടി നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് നേരെ അവരെ മുഖത്തൊക്കെ നോക്കി സംസാരിക്കാനുള്ള ഒരു മടിയുള്ളവരുണ്ടാവാം. അവർക്കതൊക്കെ മാറിക്കിട്ടും. ഇത്തരത്തിലുള്ള മേളകളിൽ പങ്കെടുക്കുന്നതിലൂടെ നമുക്ക് ഒരു സഭാകമ്പം മാറിക്കിട്ടും. എല്ലാവരോടും നന്നായിട്ടൊന്ന് നമുക്ക് സംസാരിക്കാനൊക്കെ ഉള്ളൊരു കോൺഫിഡൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് നമ്മളുടെ വ്യക്തിഗതമായിട്ടുള്ള കഴിവുകൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിയാനും അത് ഡെവലപ്പ് ചെയ്യാനും ഒക്കെ നമ്മളെ സഹായിക്കുന്നതാണ് ഇത്തരത്തിലുള്ള കലാകായിക പ്രവൃത്തി പരിചയ മേളകൾ. അതുപോലെ തന്നെ ഒരു മതസൗഹാർദ്ദം ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ നമ്മളുടെ ടീം വർക്ക്, നമുക്കറിയാം ഓരോ മേളകളായാലും അവിടെ ഒരു ടീം വർക്ക് ഉണ്ട്. നമ്മളിൽ ഇത്ര ചെറുപ്പത്തിൽ ആ ഒരു ടീം വർക്കും കോർപ്പറേഷനും ഒക്കെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള മേളകൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളെ ഭാവിയിൽ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആകും. അപ്പോൾ മക്കളെ, ഇത്തരത്തിലുള്ള മേളകളിൽ പുറകോട്ട് നിൽക്കരുത്. അതുപോലെ തന്നെ ഇപ്പം നമുക്ക് മാർഗം കളി, അതേപോലെ കോൽക്കളി, ദഫ്മുട്ട്, കഥകളി, ഭരതനാട്യം, ഇതുപോലുള്ള ഒരുപാട് കലാമേളകൾ, ഒരുപാട് ആർട്സ് ഫോമുകളുണ്ട്. ഇതിനൊക്കെ ഓരോ കഥകളുണ്ട്, ഓരോ ചരിത്രങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് അറിയാനും അതൊക്കെ ആയിട്ടൊരു ഒന്ന് പരിചയപ്പെടാനൊക്കെ ഉള്ളൊരു അവസരം കൂടെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കലാകായിക മേളകളിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇനി സ്പോർട്സിലേക്ക് വരികയാണെങ്കിൽ, സ്പോർട്സിലൂടെ നിങ്ങൾക്ക് എന്താ പറയുക, എക്സസൈസ് ചെയ്യാനും നിങ്ങളെ ആരോഗ്യം നല്ല ഹെൽത്തി ആയിട്ട് നിങ്ങളെ നിർത്താനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ സ്പോർട്സിലും ആർട്സിലും അതേപോലെ ശാസ്ത്രമേളകളിലൊക്കെ പങ്കെടുക്കുക, പുറകോട്ട് നിൽക്കാൻ പാടില്ല. ഇനി എനിക്ക് പറയാനുള്ളത്, ഇനിയിപ്പം സബ് ജില്ലാ കലാമേള വരും. അപ്പോൾ നമ്മൾ സ്ഥിരം കാണുന്നതാണ്, ഇപ്പോൾ കലാമേളകളിൽ പോയി പങ്കെടുക്കും, അത് അവിടെ ഫസ്റ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ അവർ ഉദ്ദേശിച്ചൊരു വിജയം അവർക്ക് നേടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ വിഷമിച്ച് സങ്കടപ്പെട്ട് ആകെ കരയുന്ന കുറേ വീഡിയോസൊക്കെ നമ്മൾ കാണാറുണ്ട്. അങ്ങനെ വിഷമിക്കൊന്നും വേണ്ട. നമ്മൾ പങ്കെടുക്കുക എന്നുള്ളതാണ്, നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാന്ന് അറിയാഞ്ഞാൽ തന്നെ അവിടെ ഒരു സക്സസ് ആണ്, അല്ലേ? അപ്പോൾ അവർ നന്നായിട്ട് പങ്കെടുക്കുക. അതിൽ ജയവും തോൽവിയും ഒക്കെ ഉണ്ടാവും. ആര് ജയിച്ചാലും അത് അപ്രിഷ്യേറ്റ് ചെയ്യുക. ഇനി നമ്മൾ തോറ്റു പോയിട്ടുണ്ടെങ്കിൽ അത് സാരില്ല, അടുത്ത വട്ടം നമുക്ക് വീണ്ടും വരാം. അപ്പം ജയവും തോൽവിയും ഒന്നുമില്ല, അതിൽ വിഷമിക്കൊന്നും വേണ്ട എൻ്റെ മക്കൾ. ഇനിയിപ്പോൾ മിസ്സ് തമ്പനയിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു, യെസ് മിസ്സിൻ്റെ കലാകായിക മേള ഓർമ്മകൾ. എന്നിട്ട് മിസ്സിൻ്റെ ഓർമ്മകളൊന്നും പറയുന്നില്ലല്ലോ എന്നായിരിക്കും നിങ്ങൾ കരുതുന്നത്. മിസ്സിൻ്റെ ഓർമ്മകൾ പറയുകയാണെങ്കിൽ, മിസ്സ് പണ്ട് സ്പോർട്സിനൊന്നും അധികം നിൽക്കാറില്ല. ആദ്യം നിന്നിട്ടുണ്ടായിരുന്നു, ഓട്ടമത്സരത്തിൽ നിന്നു. ഓട്ടമത്സരത്തിൽ ലാസ്റ്റിൽ നിന്ന് ഫസ്റ്റ് ആയതിനാൽ തന്നെ പിന്നീട് ഞാൻ സ്പോർട്സിലേക്ക് അങ്ങനെ അധികം പോകാറുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ തലകറങ്ങി വീഴുക, ഷോർട്ട് പുട്ടൊക്കെ എടുക്കുമ്പോൾ കൈ പൊന്തിക്കാൻ വയ്യ, വേദനയാവുന്നു എന്നൊക്കെ പറഞ്ഞ് മടിയായിട്ട് സ്പോർട്സിൽ അധികം പങ്കെടുക്കാറില്ലായിരുന്നു. പക്ഷേ കലാമേളയിൽ ഞാൻ 7 ഐറ്റമൊക്കെ നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. 7 ഐറ്റത്തിൽ 10 ഐറ്റം പറ്റുമോ ടീച്ചറെ എന്നൊക്കെ പോയി ചോദിക്കുന്ന ആളായിരുന്നു. വിജയിക്കാൻ വേണ്ടിയിട്ടല്ല, ഫസ്റ്റ് ഒന്നും അടിക്കില്ല, പക്ഷേ എന്നാലും ഫുള്ള് നിരത്തി പേര് കൊടുക്കും. എന്നിട്ട് അതിൽ ഗ്രൂപ്പ് ഐറ്റമൊക്കെയാണ് രസം. നമ്മളെ ടീമിനെ ജയിപ്പിക്കുക എന്നൊക്കെയുള്ള ആവേശത്തിലായിരിക്കും. ഇനി തോറ്റുപോയാലും സാരല്ല, നമ്മൾ പങ്കെടുത്തല്ലോ എന്നുള്ള ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കാനുള്ള ഒരു ഇത് അന്ന് മിസ്സിന് ഉണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു ആ ഒരു കലാകായിക മേളകളൊക്കെ. നാടകത്തിനൊക്കെ പങ്കെടുക്കുമായിരുന്നു. നാടകത്തിനൊക്കെ പോയിട്ട് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് ഡബിൾ റോളുള്ള ഒരു വേഷം ചെയ്തിരുന്നു. അപ്പോൾ അതിനകത്ത് ഒരു ലാസ്റ്റ് ഒരു HMൻ്റെ റോളാണ്. HMനപ്പം നരപ്പിക്കണം തല. അപ്പോൾ നരപ്പിക്കാനൊന്നുമില്ല. അപ്പോൾ എന്തോ ഒരു പൊടി കലക്കിയിട്ട് നരപ്പിക്കാന്നാൽ ശരിക്കും നാച്ചുറലായിട്ട് തോന്നണ്ടേ. ഇത് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കാഷ്ടിച്ച് വെച്ച പോലെ നരപ്പിച്ച് സ്റ്റേജിലൊക്കെ കയറിയതൊക്കെയാണ് മിസ്സിന് ഇപ്പോൾ ഓർമ്മ വരുന്നത്. പിന്നെ ശാസ്ത്രമേളകൾ എല്ലാത്തിലും മിസ്സ് പങ്കെടുക്കുമായിരുന്നു. ഫസ്റ്റ് കിട്ടാനൊന്നുമല്ല, വെറുതെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാന്നുള്ളത്. അപ്പോൾ മക്കളെ, ഇതുപോലെ നിങ്ങൾ ഈ വർഷം പങ്കെടുത്തിട്ടുള്ളത് എന്തൊക്കെയാണ് നിങ്ങളെ മെമ്മറീസ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങളുടെ അനുഭവങ്ങൾ എന്നുള്ളതെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ വർഷം പങ്കെടുക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ വിഷമിക്കേണ്ട, അടുത്ത വർഷം എന്തായാലും പങ്കെടുക്കുക. അതുകൂടാതെ ഇനി
ഇനിയും ഒരുപാട് പ്രോഗ്രാമുകൾ വരാനുണ്ടാവും, അതിനൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇതൊന്നും പഠനത്തെ ബാധിക്കാൻ പാടില്ല. പഠനം പാരലലി ഇമ്പോർട്ടൻസ് ആയിട്ട് പഠനം കൊണ്ടുപോകേണ്ടതുണ്ട്. പഠിത്തവും കൊണ്ടുപോവുക, അതുപോലെ ഇത്തരത്തിലുള്ള മേളകളിലൊക്കെ പങ്കെടുക്കുകയും ചെയ്യുക. നമ്മളെ മെൻ്റലി ഒന്ന് റിലാക്സ് ചെയ്യാനൊക്കെ ഇത്തരത്തിലുള്ള മേളകൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാത്തിലും ഹാപ്പി ആയിട്ട് എൻ്റെ മക്കൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക.